പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ പരിപാവനമായ റജബ് മാസം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റജബ് മാസത്തെ ഒരുപാട് ശ്രേഷ്ഠതകൾ കൊണ്ട് മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴേ നമ്മളത് മനസ്സിലാക്കി വെക്കുക. റജബ് മാസത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ റജബ് മാസത്തിൽ എന്തായാലും ചെയ്യാൻ പാടില്ല, ഉപേക്ഷിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഈ റജബ് കൊണ്ട് ഒരു ഗുണവും നമുക്ക് അല്ലാഹു തആല തരൂല. അപ്പൊ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, മൊത്തം 10 കാര്യങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് ഇന്ന് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ക്ലാസ് സ്വീകരിക്കട്ടെ. അവസാനം വരെ കാണാൻ മറന്നു പോവണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, വലിയ അസുലഭ മുഹൂർത്തങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളൊക്കെ കടന്നു പോകുന്നത്. പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ റഹ്മാനെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ റജബ് മാസത്തിന് മുമ്പ് നമ്മളിലുള്ള ജമാദുൽ ആഖിർ മാസം, ആ ജമാദുൽ ആഖിർ മാസത്തിൽ നമ്മൾ ഒരുപാട് നന്മകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ആ നന്മകളെല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞു പോയ മാസങ്ങളിലൊക്കെ എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അല്ലാഹുവേ നീ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യേണ്ട ഒരു ബാധ്യത കൂടി നമുക്കുണ്ടെന്നാണ്. അതായത് ഇപ്പോൾ ഒരാൾ ഒരു നന്മ ചെയ്താൽ നന്മ ചെയ്തു പോവൽ മാത്രമല്ല, പടച്ചവൻ അത് നീ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യേണ്ട ബാധ്യത കൂടി അവനിക്കുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ നബിയും പരിശുദ്ധമായ കഅബയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം അവർ ദുആ ചെയ്തു. ഏത് ദുആ? ഖുർആനിൽ നമുക്ക് കാണാം, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. അപ്പോൾ അൽഹംദുലില്ലാഹ്, പുണ്യമായ റജബ്, ആ റജബിന് മുമ്പുള്ള വിശുദ്ധമായ ജമാദുൽ ആഖിർ മാസം, അതിനു മുമ്പുള്ള ജമാദുൽ അവ്വൽ മാസം, അതിനു മുമ്പുള്ള റബീഉൽ ആഖിർ മാസം, ഇങ്ങനെ ഒരുപാട് മാസങ്ങൾ നമ്മളിൽ നിന്നും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിലെല്ലാം ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും അല്ലാഹുവേ സ്വീകരിക്കണേ എന്ന് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ദുആ ചെയ്യാം. ഏത് ദുആ? ഇബ്രാഹിം നബി ചെയ്ത ദുആ. എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ഒന്നുകൂടി, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ഒരു വട്ടം കൂടി, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അജബേറിയ റജബ് മാസം, അല്ലാഹുവേ ഈ റജബ് മാസം അതിന് നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് തരണേ റഹ്മാനെ. ആമീൻ. ഈ റജബ് മാസത്തെ ബഹുമാനിക്കുന്നതിന്റെ, ആദരിക്കുന്നതിന്റെ, ഈ മാസം ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലമായി ഞങ്ങളുടെ പ്രയാസ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. ഒരുപാട് സഹോദരിമാർ, ഒരുപാട് സഹോദരങ്ങൾ വലിയ നീറുന്ന നൂറ് പ്രശ്നങ്ങളിലാണ്. പടച്ചവനെ, എല്ലാവരുടെയും പ്രശ്നങ്ങൾ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഒരിക്കൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ച് സ്വഹാബിമാരോടൊപ്പം ഇങ്ങനെ ഒരു യാത്ര കഴിഞ്ഞു വരികയാണ്. യാത്ര കഴിഞ്ഞിങ്ങനെ വരുന്നു. അങ്ങനെ പരിശുദ്ധമായ ഒരു പള്ളിയുടെ പരിസരത്തുള്ള ഒരു ഖബർസ്ഥാനിലൂടെ ഒരുപാട് പേര് അവിടെ ഖബറടക്കിയിട്ടുണ്ട്. അതിന്റെ ഇടയിലൂടെയാണ്, ആ ഖബറുകളുടെ ഇടയിലൂടെയാണ് നബിതങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖബറിന്റെ ചാര എത്തിയപ്പോൾ നബി അവിടെ നിന്നു. എന്നിട്ട് നബി തങ്ങൾ ഒരു ഖബറിലേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് ആ ഖബറാളിക്ക് വേണ്ടി എന്തൊക്കെയോ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. സ്വഹാബിമാര് ചോദിച്ചു, നബി എന്താണ് സംഭവം? ആ സമയത്ത് മുത്തായ ഹബീബ് പറയുകയാണ്, ഈ ഖബറിൽ കിടക്കുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത പല അബദ്ധങ്ങളുടെ പേരിൽ, പല തെറ്റുകളുടെ പേരിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ശിക്ഷിക്കപ്പെടുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ഈ മനുഷ്യൻ വിശുദ്ധമായ റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു നോമ്പ് അനുഷ്ഠിച്ചിരുന്നെങ്കിൽ അതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഇവന്റെ ഖബറിൽ ശിക്ഷക്ക് പകരം നന്മ കൊടുക്കുമായിരുന്നു, പ്രതിഫലം കൊടുക്കുമായിരുന്നു. ഇതൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്നും റജബ് മാസത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകും. റജബ് മാസത്തിൽ അൽഹംദുലില്ലാഹ് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങളുണ്ട്. റജബ് മാസത്തിന്റെ തുടക്കം തന്നെ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. എന്റെ ഉമ്മമാരെ, വാപ്പമാരെ,
മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം. എന്താ നബി തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ റജബ് മാസത്തിൽ ചെയ്യേണ്ട കാര്യം, റജബ് മാസത്തിൽ ഒരു നോമ്പെങ്കിലും ഇൻഷാ അള്ളാഹ് നമ്മൾ പിടിക്കുക. റജബ് മാസത്തിൽ നോമ്പ് പിടിക്കൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. റജബ് മാസത്തിൽ നോമ്പ് പിടിക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ല, സുന്നത്താണ്. റജബ് മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം എന്റെ ഉമ്മമാരെ വാപ്പമാരെ നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെയധികം ഖൈറാണ്, വളരെയധികം പ്രതിഫലമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ ഒരു വീഡിയോയിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന ലക്ഷദ്വീപ് സ്വദേശിയായ ഒരു ഉമ്മ മരണപ്പെട്ടു. അവർ കഴിഞ്ഞ 20 വർഷം, ഏകദേശം 75-76 വയസ്സുള്ള ഒരു ഉമ്മയാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ 20 വർഷമായി 96 നോമ്പ് പിടിക്കുന്ന ഉമ്മയായിരുന്നു. 96 എന്ന് പറഞ്ഞാൽ റജബ് മാസം മുഴുവനും, ശഅബാൻ മാസം മുഴുവനും, റമദാൻ മാസം മുഴുവനും, അതോടൊപ്പം തന്നെ ശവ്വാലിന്റെ 6 നോമ്പ് തുടർച്ചയായിട്ട് 20 വർഷമായി നോമ്പ് പിടിച്ച ഉമ്മയായിരുന്നു. അൽഹംദുലില്ലാഹ് അവരൊക്കെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടെന്നാണ്. അല്ലാഹുവെ പടച്ചവനെ, അതൊക്കെ വലിയ മഹതിമാരാണ്. ഇങ്ങനെ എത്രയോ ഉമ്മമാർ ഇപ്പോഴും പിടിക്കുന്നുണ്ടാകും. ലക്ഷദ്വീപിലെ, കേരളത്തിലെ ഓരോ ജില്ല എടുത്തു നോക്കിയാലും എത്രയോ പാവപ്പെട്ട ഉമ്മമാർ, എന്റെ ക്ലാസ്സുകൾ കേൾക്കുന്ന എത്രയോ നിഷ്കളങ്കരായ എത്രയോ ഉമ്മമാരുണ്ട്, എത്രയോ വാപ്പമാരുണ്ട് അല്ലെ. അതുപോലെ തന്നെ കർണാടകയിലുള്ള, തമിഴ്നാട്ടിലുള്ള, ഗൾഫ് രാജ്യങ്ങളിലുള്ള, വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് സഹോദരിമാരെ, സഹോദരങ്ങൾ നമ്മുടെ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ് എത്രയോ പേര് നോമ്പ് പിടിക്കുന്നുണ്ട്. അപ്പൊ റജബ് മാസത്തിൽ നിന്നും ഒരു നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്താ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വാമ യൗമൻ മിൻ അശ്ഹുരില്ലാഹിൽ ഹുറും കാന ലഹു ബികുല്ലി യൗമിൻ 30 യൗമാ. തഫ്സീർ റാസിയിൽ വന്നിട്ടുള്ള ഹദീസാണ്. ഒരു മനുഷ്യൻ അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച 4 മാസങ്ങളുണ്ട്. ഒന്ന് ദുൽഖഅദ, പിന്നെ ദുൽഹിജ്ജ, പിന്നെ മുഹറം, പിന്നെ റജബ്. ഈ 4 മാസങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചാൽ അവന്റെ ഒരു നോമ്പ് കൊണ്ട് അള്ളാഹു താല കൊടുക്കുന്നത് 1 മാസത്തെ നോമ്പിന്റെ പ്രതിഫലം, 30 നോമ്പിന്റെ പ്രതിഫലമാണ്. യാ റബ്ബ്, ഈ റജബ് മാസത്തിൽ നമ്മൾ പരമാവധി നോമ്പ് പിടിച്ചാൽ എത്രയോ, ഒരു നോമ്പിന്റെ 1 മാസത്തെ കൂലിയാണെങ്കിൽ എന്റെ ഉമ്മമാരെ വാപ്പമാരെ എത്രയോ പ്രതിഫലമാണ്, നോമ്പിന്റെ പ്രതിഫലം അല്ലെ. ഒന്നാമത്തെ കാര്യം, ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമാണ് നോമ്പ് പിടിക്കുക. നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റും, എന്നിട്ടും നമ്മൾ മനഃപൂർവ്വം അതിനെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ, നോമ്പ് പിടിച്ച് കുഴപ്പമില്ല, അങ്ങനെ സുന്നത്തായ കാര്യങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ഒരു ചിന്ത അതുണ്ടാവാൻ പാടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നല്ലവണ്ണം ദുആരക്കുക, നല്ലവണ്ണം ദുആ ചെയ്യുക. വിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഏത് ദുആ പറയണം? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. ഈ ദുആ എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ നിങ്ങൾ പ്രത്യേകം പറയണേ. കാരണം എല്ലാ പള്ളിയിലും നമസ്കാരത്തിന് ശേഷം ഉസ്താദുമാര് ദുആരക്കുമ്പോൾ ഈ ദുആ ഉൾപ്പെടുത്താറുണ്ട്. പള്ളിയിൽ പോകുന്ന പുരുഷന്മാർ ആമീൻ പറയാറുണ്ട്, അവരാ ദുആരക്കാറുണ്ട്. പക്ഷെ എന്റെ ഉമ്മച്ചിമാര് വീട്ടിലാണ് നിസ്കരിക്കുന്നത്, എന്റെ സഹോദരിമാര് വീട്ടിലാണ് നിസ്കരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ദുആ പറയാൻ മറന്നു പോവരുത്. നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓടിച്ചാടി പോവല്ല, ഈ ദുആയ്ക്കൊന്ന് പറഞ്ഞിട്ട് പോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇത് മാത്രമല്ല, ഒരുപാട് ദുആകളുണ്ട്. നമുക്കറിയാവുന്ന എത്രയോ ദുആകൾ. റബ്ബനാ ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ തുടങ്ങി ഒരുപാട് ദുആയുണ്ട്. ആ ദുആയെ അധികരിപ്പിക്കുക. അപ്പൊ രണ്ടാമത്തെ ചെയ്യേണ്ട കാര്യം ദുആ അധികരിപ്പിക്കുക. രണ്ടാമത്തെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ദുആ ഉപേക്ഷിക്കുക. ദുആ ഉപേക്ഷിക്കുന്ന ഒരു സ്വഭാവം പാടില്ല. ദുആ ചെയ്യുക, പരമാവധി ദുആരക്കുക. മൂന്നാമത്തേത്, ഒരു സൂറത്ത് നമ്മൾ നിത്യമാക്കണേ. ഏത് സൂറത്താണ്? വിശുദ്ധമായ ഖുർആനിലെ സുലുസുൽ ഖുർആൻ, ഖുർആനിലെ 1/3 ഭാഗമെന്ന് പരിചയപ്പെടുത്തിയ സൂറത്തുൽ ഇഖ്ലാസ് എന്റെ ഉമ്മച്ചിമാരെ ഓതാൻ മറന്നു പോവരുതേ. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പ്രത്യേകതകൾ ഈ സൂറത്തുൽ ഇഖ്ലാസിന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് പ്രത്യേകതയുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3. മാത്രമല്ല അള്ളാഹിനെ പറ്റി മാത്രം പറയുന്ന സൂറത്താൻ, അള്ളാഹുവിനെ പറ്റി മാത്രം പറയുന്ന സൂറത്താൻ. നിങ്ങൾക്കൊരു സംഭവം കേൾക്കണോ? എന്തെന്നറിയോ? ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു നാടുണ്ടല്ലോ, ഒരു രാജ്യമുണ്ടല്ലോ, അവിടെയാണ് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ 3ാമത്തെ ശ്രേഷ്ഠതയുള്ള പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ പള്ളി. അവിടെ ഒരു വയസ്സായ ഒരു ഉമ്മയും ആ ഉമ്മയുടെ മകനും താമസിച്ചിരുന്നു. ആ ഉമ്മ ഒരുപാട് നിസ്കരിക്കാറുണ്ട്, ഒരുപാട് നോമ്പെടുക്കാറുണ്ട്, സ്വലാത്തുകൾ പറയുമ്പോൾ സദാസമയം ഇബാദത്താണ്. അങ്ങനെ ഒരു ദിവസം ആ ഉമ്മ തന്റെ മകനെ വിളിച്ചു, മോനെ, ഉമ്മച്ചിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് ഉമ്മ പറയാനുള്ളത്? മോനെ, ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഉമ്മ മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഉമ്മ അങ്ങനെ പറയല്ലേ,
ഉമ്മ മരണപ്പെട്ട പിന്നെ എനിക്ക് ആരാണുള്ളത്? അങ്ങനെയല്ലല്ലോടാ, ആരാണെങ്കിലും ലോകത്ത് നിന്ന് വിട പറയേണ്ടതല്ലേ. അതുകൊണ്ട് മോനെ, ഉമ്മ മരിക്കാൻ സാധ്യതയുണ്ട്, അതിന്റെ ലക്ഷണങ്ങൾ ഉമ്മാക്ക് മനസ്സിലാകുന്നുണ്ട്. എന്റെ പൊന്നുമോനോട് ഒരൊറ്റ കാര്യമാണ് എനിക്ക് വസിയത്തായി പറയാനുള്ളത്. നീ അള്ളാനെ സൂക്ഷിക്കണം, നിസ്കാരം നിലനിർത്തണം. ഇതൊക്കെ ഉമ്മ പറയാതെ തന്നെ നീ ചെയ്യുമെന്നറിയാം. എന്നാൽ ഉമ്മാക്ക് പറയാനുള്ള വസിയത്ത് എന്താണെന്നറിയോ? ഉമ്മച്ചി ധരിച്ചിരിക്കുന്ന ഈ നിസ്കാര കുപ്പായമുണ്ടല്ലോ, ഉമ്മ എപ്പോഴും ഒരു നിസ്കാര കുപ്പായം ധരിച്ചാണ് നടക്കാറുള്ളത്. ഈ നിസ്കാര കുപ്പായം എന്റെ മോനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ കഫം തുണിയായിട്ടും ഇത് ഉപയോഗിക്കണേ. എന്റെ കഫം തുണിയായി എന്നെ മറമാടുന്നതിന് മുമ്പ് എന്റെ ശരീരം മറക്കുന്ന വസ്ത്രങ്ങളിൽ ഒരു വസ്ത്രം ഇത് ആക്കണേ മോനെ. ആയിക്കോട്ടെ ഉമ്മ, ഉമ്മാടെ വസിയത്തല്ലേ, മകൻ നിർവഹിച്ചുകൊള്ളാം. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ഉമ്മ മരണപ്പെട്ടു. ബന്ധുക്കളെല്ലാവരും വന്നു, അയൽവാസികൾ വന്നു. നോക്കുമ്പോ ഈ മകൻ ആ ഉമ്മാനെ ധരിപ്പിക്കാൻ ആ ഉമ്മാടെ കഫം തുണിയായിട്ട് കീറിപ്പറിഞ്ഞ അവിടെ ഇവിടെയൊക്കെ തുന്നിവെച്ചിട്ടുള്ള ഉമ്മ ധരിച്ചിരുന്ന നിസ്കാര കുപ്പായമാണ് കൊണ്ടുപോകുന്നത്. എന്തിന്? ആ ഉമ്മാനെ കഫൻ തുണിയാൻ. ആളുകളൊക്കെ പറയാൻ തുടങ്ങി, എടോ നീ ഇത്ര വലിയ പിശുക്കനാണോ? നിനക്കൊരു പുതിയ കഫൻ തുണി വാങ്ങി ഉമ്മാനെ നിനക്ക് മൂടാൻ പറ്റൂലേ? എന്തിനാണ് ഈ കീറി പറഞ്ഞത്? ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ മകനും വിചാരിച്ചു, ശരിയാണല്ലോ, ഞാൻ ഒറ്റ മോനല്ലേ ഉമ്മാക്കുള്ളൂ, അതുകൊണ്ട് ഒരു പുതിയ കഫൻ തുണി തന്നെ വാങ്ങാം. മകൻ കഫൻ തുണി പുതിയത് വാങ്ങി ഉമ്മാനെ കഫൻ ചെയ്തു. അങ്ങനെ ഉമ്മയുടെ മയ്യത്തും ചുമന്നു കൊണ്ടുപോയി അവിടെയുള്ള ആ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി അടക്കി. അങ്ങനെ ഖബർ മൂടി. ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തു. മകനും എല്ലാവരും പിരിഞ്ഞുപോയി. മകൻ അന്ന് രാത്രി അതാ ഉമ്മാക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്തു. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് അല്ലാഹുവേ, അവനിങ്ങനെ ഉറങ്ങുകയാണ്. അവൻ ദിക്റുകൾ ചൊല്ലി ഇങ്ങനെ കിടക്കുന്നു. ഇങ്ങനെ ഉറങ്ങിപ്പോയി. പെട്ടെന്നതാ ഉമ്മാനെ സ്വപ്നം കാണുകയാണ്. തന്റെ ഉമ്മച്ചിയെ സ്വപ്നം കാണുകയാണ്. എന്നിട്ട് ആ ഉമ്മ മകനോട് ചോദിക്കുകയാണ്, ലിമ ലം തഅഖുദു വസിയതി, എന്റെ പൊന്നുമോനെ, ഉമ്മച്ചി നിന്നോടൊരു കാര്യം പറഞ്ഞല്ലോ, ഒരു വസിയത്ത് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് എന്റെ പൊന്നുമോനെ നീ അത് ചെയ്യാതിരുന്നത്? അത് ഉമ്മാക്ക് വലിയ വിഷമമായടാ. ഇത് കേട്ടപ്പോൾ മകൻ ഞെട്ടി എഴുന്നേക്കുകയാണ്. പൊട്ടി കരയുകയാണ്. അല്ലാഹുവേ, എന്റെ ഉമ്മച്ചി പറഞ്ഞ വസിയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. മകൻ നോക്കുമ്പോ അതാ ആ തട്ടില് ഉമ്മാടെ ആ കീറിയിട്ടുള്ള അവിടെ ഇവിടെയും കണ്ടം ചെയ്ത തുന്നി വെച്ചിട്ടുള്ള നിസ്കാര കുപ്പായമുണ്ട്. മകൻ ഓടിച്ചെന്ന ആ നിസ്കാര കുപ്പായം എടുത്തു. ഓടുകയാണ് പള്ളിക്കാട്ടിലേക്ക്, ഓടുകയാണ് ഖബർസ്ഥാനിലേക്ക്. കയ്യിൽ ഒരു മൺവെട്ടിയുണ്ട്, മറുകൈയിൽ ഒരു വിളക്കുണ്ട്, അതുമായി ചെല്ലുകയാണ്. അങ്ങനെ വിളക്ക് അവിടെ വെച്ചു. ആ മൺവെട്ടി കൊണ്ട് ഉമ്മാടെ ഖബർ ഇങ്ങനെ കുഴിക്കുകയാണ്. എന്തിനാണ്? ഉമ്മ വസിയത്തായി പറഞ്ഞിരുന്ന ആ ഒരു കഫൻ തുണി ഉണ്ടല്ലോ, അത് ആ ഉമ്മാനെ ധരിപ്പിക്കാൻ. അങ്ങനെ ആ ഖബർസ്ഥാൻ ഇങ്ങനെ കുഴിച്ച് അവസാനം പലകയുണ്ട്, പലക മാറ്റി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മകൻ പൊട്ടിക്കരയുകയാണ്. ഉമ്മാടെ മയ്യത്ത് കാണുന്നില്ല. ഉമ്മാടെ മയ്യത്ത് കാണുന്നില്ല. അവിടെ വെച്ച് അലറി വിളിച്ച് കരയുകയാണ്. ഉമ്മാ, നിങ്ങളുടെ മയ്യത്ത്, നിങ്ങളുടെ ആ ഒരു ജനാസ കാണുന്നില്ല ഉമ്മ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആ സമയത്ത് ഒരു അശരീരി കേൾക്കുകയാണ്, ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരോ ഇങ്ങനെ പറയുന്നു, അമാ അലിംത അന്നമൻ അല്ലമ ശഹ്റനാ റജബ് ലം യുത്റക് ഫിൽ ഖബ്രി വഹീദൻ ഫരീദാ. എടാ, നിനക്കറിയില്ലേ, റജബ് മാസത്തെ ബഹുമാനിച്ചാൽ, അതുപോലെ തന്നെ റജബ് മാസത്തിൽ നോമ്പെടുത്താൽ, റജബ് മാസത്തെ ആദരിച്ചാൽ, അങ്ങനെയുള്ള ഒരു വ്യക്തി മരണപ്പെട്ട ഖബറിലേക്ക് ചെന്നാൽ അയാൾ ഒരിക്കലും ഒറ്റക്ക് കിടക്കേണ്ടി വരില്ല. അയാളുടെ ജനാസ ഒറ്റക്ക് ആ ഖബറിലാവേണ്ടി വരില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? അപ്പോഴാണ് ഈ മകൻ ഉമ്മാടെ മഹത്വം മനസ്സിലാക്കുന്നത്. ഈ ഉമ്മയെ പറ്റി നമുക്ക് കിതാബിൽ കാണാം. ആ ഉമ്മ പരിശുദ്ധമായ റജബ് മാസം മുഴുവനും നോമ്പെടുക്കുന്നവരായിരുന്നു, ഒരുപാട് ദുആരക്കുന്നവരായിരുന്നു, ഒരുപാട് ദിക്റുകൾ പറയുന്നവരായിരുന്നു. മാത്രമല്ല ഈ ഉമ്മ ഈ റജബ് മാസത്തിന്റെ എല്ലാ ദിവസവും 40 വട്ടം, എല്ലാ ദിവസവും 40 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന ഉമ്മയുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, റജബ് മാസത്തെ ബഹുമാനിച്ചാൽ, റജബ് മാസത്തിൽ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് എന്ന സുന്ദരമായ സൂറത്ത് അത് ഓതിക്കഴിഞ്ഞാൽ, എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ, ആദ്യം എൻ്റെ നഫ്സിനോടും പിന്നെ നിങ്ങളോടും പറയട്ടെ, ഒരുപാട് നേട്ടമാണ് നമുക്ക് കിട്ടാനുള്ളത്. നമുക്ക് ഈ കാണുന്ന സമ്പത്തൊക്കെ ഏത് സമയത്തും പോകും.
നമ്മളെ മക്കൾ നമ്മളെ നോക്കുമോ എന്നൊന്നും ഒരു ഉറപ്പും പറയാൻ പറ്റാത്ത കാലമാണ്. ആരും നമ്മളെ തിരിഞ്ഞു നോക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മളുടെ കാര്യം നമ്മൾ തന്നെ സേഫ് ആക്കണേ. ഏറ്റവും നല്ല കാര്യം പരമാവധി ഇബാദത്തുകൾ ചെയ്തോ, ആരെയും കുറ്റപ്പെടുത്തേണ്ട. റജബ് മാസമാണ്. റജബ് മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. 1, സുന്നത്തായ നോമ്പ് പിടിക്കുക. 2, നമ്മൾ നല്ലവണ്ണം ദുആ ചെയ്യുക. 3, ഈ റജബ് മാസത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് പരമാവധി പാരായണം ചെയ്യുക. 4-മത്തേത്, ഈ റജബ് മാസത്തിൽ ആരോടും പിണക്കം വേണ്ട. ആരോടെങ്കിലൊക്കെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് ഇണങ്ങണേ. കാരണം ഈ റജബിലെങ്ങാനും നമ്മൾ മരണപ്പെട്ടു പോയാൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കണമെങ്കിൽ പിണങ്ങിയവരാണെങ്കിൽ സ്വീകരിക്കൂല. അതുകൊണ്ട് പിണക്കങ്ങൾ മാറ്റണേ. പിന്നെയോ മറ്റൊരു കാര്യം, റജബ് മാസത്തിൽ പ്രത്യേകമായി ഒരു ദിക്ർ നിങ്ങൾ പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ്. ഒരുപാട് മഹാന്മാര് അവരുടെ കിതാബുകളിൽ ഈ ദിക്ർ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റജബ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ്. ഏതാണ് ആ ദിക്ർ? മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ പരിചയപ്പെടുത്തുന്നു. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഓരോ ദിവസവും 70 വട്ടം ഈ ഒരു ദിക്ർ പതിവാക്കിയാൽ, ഈ ദുആ പതിവാക്കിയാൽ നരകം അവനിക്ക് ഹറാമാകുമെന്ന് പോലും എഴുതി വെച്ച പണ്ഡിതന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അപ്പോൾ റജബ് മാസത്തിൽ ചെയ്യേണ്ട 5 കാര്യങ്ങൾ പറഞ്ഞു. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. മനഃപൂർവ്വം നമ്മൾ നോമ്പ് പിടിക്കാൻ പറ്റും, എന്നിട്ടും ഉപേക്ഷിക്കരുതേ. അതുപോലെ തന്നെ സ്വതക്കകൾ കൊടുക്കാതിരിക്കുക, സ്വതക്കകൾ പരമാവധി കൊടുക്കുക. നല്ലവണ്ണം ദുആ ചെയ്യാതിരിക്കരുത്. ആരോടും പിണങ്ങിക്കഴിയണ്ട, അല്ലെ, പിണക്കങ്ങൾ മാറ്റുക. അതുപോലെ ഹറാമായ കാര്യങ്ങൾ മാറ്റുക. ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ചെയ്യാൻ പാടില്ല. ഏതൊക്കെ ഹറാമായ കാര്യങ്ങൾ? ഇബാദത്തുകൾക്ക് മടി, നിസ്കാരം ഖളാഅക്കു, അതൊന്നും ചെയ്യല്ലേ. കാരണം നിസ്കാരത്തിന്റെ വാർഷിക മാസം കൂടിയാണ്. അൽഹംദുലില്ലാ. അപ്പൊ റജബ് മാസം അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ മഹത്വമൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഒരുപാട് ഇനി ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്കത് ഓരോ കാര്യങ്ങളും വിശദമായിട്ട് പറയാനുണ്ട്. അപ്പൊ എല്ലാം കൂടി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് റജബ് അജബേറിയ റജബ്, അത് വല്ലാത്ത ശ്രേഷ്ഠതയുള്ള മാസമാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് റജബ് മാസത്തെ ഇതിനോടൊരു ആഗ്രഹം, ഒരു ഇഷ്ടമുണ്ടാവുക. റജബ് മാസത്തോടൊരു ഒരു ഇഷ്ടം, ഒരു പ്രണയം ഒക്കെ നമ്മുടെ മനസ്സിൽ വന്നാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ 5 കാര്യങ്ങൾ ചെയ്യണേ, 5 കാര്യങ്ങൾ ഉപേക്ഷിക്കണേ. ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിൽ അൽഹംദുലില്ലാ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഈ റജബ് മാസത്തിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റിത്തരണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ച് തരണേ അല്ലാഹ്. ആമീൻ ആമീൻ. അല്ലാഹുവേ, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് തരണേ അല്ലാഹ്. റമളാനിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വിശദമായി മറ്റു ചില കാര്യങ്ങൾ സംസാരിക്കാം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഡിയോ നിങ്ങൾ കാണുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അവരൊക്കെ ഇത് കേൾക്കട്ടെ, അവരൊക്കെ ഇത് പഠിക്കട്ടെ. നമ്മുടെ ജീവിതം കുറച്ചേ എപ്പോഴാണ് മരണം സംഭവിക്കുക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് എന്താ, ഉള്ള കാലം നല്ല ഇബാദത്ത് ചെയ്ത് വേറെ തെറ്റുകളിലേക്കൊന്നും പോവാതെ നല്ലൊരു ജീവിതം നയിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.